ഇതാണ് ഇന്നലെ രാത്രി കൊളക്കാട് താന്നിക്കുന്നിൽ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയ വീട്. ഇതാണ് മടത്തിപ്പറമ്പിൽ ഗീതമ്മ. കൊളക്കാടിനടുത്ത താന്നിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ മടത്തിപ്പറമ്പിൽ ഗീതമ്മ എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. അവരുടെ മകൻ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം കേളകം പോലീസ് സ്റ്റേഷനിൽ എത്തി സ്വയം കീഴടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഗീതമ്മയുടെ മകൻ ക്രിസ്റ്റിയെ 25 വയസ്സ് മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റിയെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഏതായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച്, അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്രിസ്റ്റി പലപ്പോഴും ഈ മദ്യം അതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതും ഇത്തരം ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ഏതെങ്കിലും ഒരു മാനസിക വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വെള്ളിയാഴ്ച രാത്രിയാണ്, ഒരു 10:00 ഈ നാടിനെ നടുക്കിയ ഈ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത പുറം ലോകം അറിയുന്നത്. ഗീതമ്മ ഈ പ്രദേശത്തെ എല്ലാവർക്കും വളരെ പരിചിതമായ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളോ വിഷമങ്ങളോ അത്രയേറെ അനുഭവിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. ഈ പ്രദേശത്തെ മടത്തിപ്പറമ്പിൽ തങ്കച്ചൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് ഗീതമ്മ. ഗീതമ്മക്ക് മറ്റൊരു മകളുണ്ട്. മകള് വിവാഹിതയായി അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. ഇന്നലെ രാത്രിയാണ് നാടിന് നടുക്കി ഈ വാർത്ത പുറത്തു വരുന്നത്. 25 വയസ്സുള്ള ക്രിസ്റ്റി ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ്. പലപ്പോഴും നാട്ടിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രിയാണ് ഈ വാർത്ത പുറത്ത് വരുന്നത്. അതായത് ഈ സംഭവം നടത്തിയതിന് ശേഷം കൊലപാതകത്തിന് മുമ്പ് അമ്മയും മകനും വീട്ടിൽ വെച്ച് അവരുടെ കിടപ്പുമുറിയിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായതായി പറയപ്പെടുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാക്കുതർക്കം ഉണ്ടായത് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും കസ്റ്റഡിയിലെടുക്കുന്ന ക്രിസ്റ്റിയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ആ ഒരു സാഹചര്യം, ആ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. അത്തരമൊരു വിശദമായ ഒരു റിപ്പോർട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ക്രിസ്റ്റി തന്നെയാണ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ സുഹൃത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ കേളകത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് സുഹൃത്തിനോട് പറയുമ്പോഴാണ് ആ സുഹൃത്ത് അറിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ വാക്ക് തർക്കത്തിന് ശേഷം കിടപ്പൂറിൽ വെച്ച് കത്തി കൊണ്ട് കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ കൃത്യം നടന്നതിന് ശേഷം ക്രിസ്റ്റി അല്പസമയം അമ്മയെ നോക്കി അങ്ങനെ ഇരുന്നു. അതിനുശേഷമാണ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി അവരുടെ സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ കാര്യം പോലീസിനെ അറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ക്രിസ്റ്റിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ പോലീസ് ഈ വീട്ടിലും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലും എല്ലാം എത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹം ഇവിടെ നിന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി രാവിലെ തന്നെ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവരുമെന്നാണ് അനുമാനിക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ കൃത്യമറിഞ്ഞ് ഈ വലിയ നടുക്കുന്ന ക്രൂരമായ ഈ കൊലപാതകത്തിൻ്റെ വിവരമറിഞ്ഞ് നിരവധി ആളുകൾ രാവിലെ തന്നെ ഈ കൊളക്കാട് താന്നിക്കുന്നിലെ ഈ വീട്ടു പരിസരത്ത് എത്തിയിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു കാരണം ക്രിസ്റ്റി ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നു. പലപ്പോഴും അമ്മയും മകനും തമ്മിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഈ തരത്തിലുള്ള വഴക്കിൻ്റെ ചില സൂചനകൾ അയൽവാസികൾക്ക് കിട്ടാറുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതൊരു നിത്യ സംഭവം എന്നുള്ളതുപോലെ ആയതുകൊണ്ട് ഇന്നലെയുണ്ടായ ഈ വഴക്കിനെയും ആ അയൽവക്കക്കാർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക അതൊരു നിത്യ സംഭവമാണ്, അത് അമ്മയും മകനുമുള്ള ഒരു സൗന്ദര്യ ത്തിൻ്റെ എല്ലാം ഭാഗമായി അതങ്ങ് അവസാനിച്ചോളും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ അയൽക്കാർ അധികം ഈ വീട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ നടക്കുന്ന ഒരു കൊലപാതക വാർത്ത കൊളക്കാട് താന്നിക്കുന്നിലെ ഈ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഗീതമ്മ വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരളത്ത് അവരൊരു ബ്യൂട്ടി പാർലർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ അവരുടെ കെട്ടിടം ഇവിടെ തൊട്ട് വീടിൻ്റെ അടുത്ത് തന്നെ കെട്ടിടമുണ്ട്. ഇതെല്ലാം ഒരു അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് തങ്കച്ചൻ. ഇവരുടെ ഭർത്താവ് തങ്കച്ചൻ ഗൾഫിലായിരുന്നു. ഇടയ്ക്ക് ഗൾഫിലേക്ക് മകനെയും കൂട്ടിയിരുന്നു. പക്ഷേ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം പോലീസ്, ഇതിൻ്റെ ഒരു കൊലപാതകം നടന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കും. പോലീസ് വിശദമായി അന്വേഷിച്ച് ക്രിസ്റ്റിയിൽ നിന്ന് ഉൾപ്പെടെ കിട്ടുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കഴിയും. അതുവരെയുള്ള ഈ കാര്യങ്ങൾ, ഒന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം
ക്രിസ്റ്റി, ഈ ഗീതമ്മയുടെ മകൻ ക്രിസ്റ്റി, 25 വയസ്സുകാരനെ ക്രിസ്റ്റി ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ രാത്രികാലങ്ങളിൽ ക്രിസ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാറുണ്ട് എന്നുള്ള ചില സൂചനകളും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളടക്കം ലഹരി സംഘങ്ങൾ ഈ ഒരു മേഖലയിൽ ഇടയ്ക്ക് വരാറുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ ഈ പ്രദേശത്തെ നാട്ടുകാർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളോടടക്കം സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ സണ്ണി മേച്ചേരിയാണ്. സണ്ണി മേച്ചേരി ഈ നാട്ടുകാരനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയുന്ന നാട്ടുകാരൻ എന്നുള്ള നിലയിൽ കേട്ട വിവരങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് ഇത്, ഈ വിവരം കേട്ടപ്പോൾ എന്താ തോന്നി, എന്തായിരുന്നു ഇതിൻ്റെ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ കൊളക്കാട് താന്നിക്കുന്ന് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ആളുകൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ സംഭവത്തെ കണ്ടത്. ഈ സാഹചര്യം സ്വാഭാവികമായും വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായി ഈ കുട്ടിയെ ക്രിസ്റ്റി എന്ന് പറഞ്ഞ മകനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ ചികിത്സയുടെ ഭാഗമായൊക്കെ എത്തിച്ചെങ്കിലും വേണ്ടത്ര രൂപത്തിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് ആ കുട്ടി ഉയർന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സംഭവിച്ചത് പലപ്പോഴും ഇയാളുടെ അച്ഛൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതുജനം അല്ലെങ്കിൽ ഈ സമീപവാസികളെല്ലാം പറഞ്ഞിട്ടുള്ളത്, ലഹരിക്ക് അടിമപ്പെട്ട് ഇപ്പോൾ അവസാനം കൊണ്ടുപോയി ഒരു കോഴ്സിന് കൊണ്ട് ചേർത്തവർ പോലും അവിടെയും പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സ്വാഭാവിക ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ടാകും. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷമാണ്. അപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അമ്മയാണ്. അപ്പോൾ അമ്മ എന്നുള്ള നിലയ്ക്ക് അത് വലിയ ഒരു സങ്കല്പം തന്നെയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരിക്കലും മകൻ അത് ചെയ്യും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ ഈ ഇങ്ങനത്തെ വാർത്തകൾ വായിച്ചു പോകുന്ന കണ്ടുപോകുന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായത് വളരെയധികം ആശങ്കപ്പെടുന്നതാണ്. പൊതുസമൂഹം, അതായത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ഈ ലഹരി വ്യാപാര കടത്ത് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ ഏലപ്പടിയ പോലുള്ള പ്രദേശങ്ങളെല്ലാം ഇത്തരം ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ വന്നുകൂടുകയും ഇത്തരം സംഭവങ്ങൾ ഇത്തരം ഈ മയക്കുമരുന്നും ഒക്കെ ഉപയോഗമൊക്കെ ക്രമാതീതമായി മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് വളരെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടപ്പോൾ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതിൻ്റെ അകത്ത് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഗീതമ്മയെ വ്യക്തിപരമായി പരിചയം ഉണ്ടായിരുന്നു? എന്താണ് അവരുടെ ഒരു വ്യക്തിപരമായി വളരെ നമ്മുടെ പള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൈക്കാരനായിരുന്നു. ഇങ്ങേരും ഈ തങ്കച്ചൻ കൈക്കാരനായിരുന്നു. പള്ളി കമ്മിറ്റിയുമായിട്ട് പള്ളിയുടെ പൊതുപരിപാടികളും എല്ലാമായിട്ട് വളരെ സജീവമായി നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് മാത്രം. പിന്നെ ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ശരിയാണെന്നില്ല. ചില കാര്യങ്ങൾക്ക് പൊടിപ്പും തൊങ്ങനും വെച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിനെ അളക്കാനോ അത് അസസ്മെൻറ്റ് ചെയ്യാനോ കഴിയില്ല. പക്ഷേ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ പൊതുവെ നന്നായി ജീവിക്കുന്ന, നല്ല രൂപത്തിൽ നല്ല ആളുകളോട് പെരുമാറുന്ന, സോഷ്യൽ വർക്കായി ഇതുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന, ജീവിച്ചു വരുന്ന വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായും ഇതാണ് ഈ മേഖലയിലെ ആളുകൾ തന്നെ പറയുകയാണ്. പൊതുവേ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ഇത്തരം ചില സംഭവങ്ങൾ നാട്ടിൽ പൊതുവെ ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ ദുരനുഭവം നമ്മുടെ നാടിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ആ ഒരു ദുരനുഭവത്തിൻ്റെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ കൊളക്കാട് താന്നിക്കുന്നിലെ ഈ ഒരു കൊലപാതകത്തെ, ക്രൂരമായ ഒരു കൊലപാതകത്തെ വിലയിരുത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഈ വീട് പോലീസ് അത് ബന്ധപ്പെടുത്തി സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മറ്റു കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഈ സംഭവ കൃത്യം നടന്ന ഒരു റൂമിൽ അകത്ത് വെച്ച് പോലീസ് നടത്തും. അതിനുശേഷം ഇതെങ്ങനെ സംഭവിച്ചു, ഏത് നിലയിൽ, എത്ര സമയത്തായിരുന്നു, അതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നോ, ആ വാക്കുതർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അവസാനം ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് ആ മകനെ നയിച്ചത്? എന്തായാലും അമ്മ മകൻ എന്ന് പറയുന്ന പവിത്രമായ ഒരു ബന്ധത്തിൽ ഏറ്റവും അങ്ങനെ ഒരു പവിത്രമായ ഒരു ബന്ധത്തെ കാണുന്ന എല്ലാവർക്കും വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ക്രൂരകൃത്യമാണ്, കൊലപാതകമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗീതമ്മ ഈ നേരത്തെ സൂചിപ്പിച്ചു
സണ്ണി മേച്ചേരി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയുന്ന, നല്ല നിലയിൽ ജീവിക്കുന്ന, തനതായ വരുമാന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന, സ്വയം തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ കണ്ടെത്തി മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വനിതയായിരുന്നു എന്നാണ് പൊതുവെ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഇപ്പോൾ സണ്ണി മേച്ചേരി സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണ് അവരുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു നല്ല ഒരു ജീവിത പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ഈ മകൻ്റെ ഈ പലപ്പോഴുമുള്ള ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളും അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങളുമെല്ലാം ആ മകൻ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. പലപ്പോഴും വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി കഴിയൂ. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത് എത്രമാത്രം അടിസ്ഥാനമുള്ളത് ആണ് എന്നുള്ളതിനെ കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചത് വ്യക്തത വരുത്തും. എന്തായാലും ഈ സംഭവം ഇപ്പോൾ പോലീസ് ഇവിടെയുണ്ട്. മൃതദേഹം ഏതാണ്ട് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ വീട്ടിലെത്തി മറ്റ് പ്രാഥമികമായ അന്വേഷണം, പരിശോധനകളെല്ലാം നടത്തി. അതിനുശേഷം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും ഗീതമ്മ ശ്രദ്ധേയായിരുന്നു. അല്പകാലം മുമ്പാണ് BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവർ പരസ്യമായി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും പ്രവർത്തിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഗീതമ്മ. ആ നിലയിൽ പൊതുപ്രവർത്തന രംഗത്തും കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു. പക്ഷേ ഇത് വേറൊരു തലമാണ്. ഈ കുടുംബത്തിനകത്ത് പല കുടുംബങ്ങളിലും, നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന അതിസങ്കീർണമായ, എന്നാൽ പുറം ലോകം അധികം അറിയാത്ത കുറേയേറെ കാര്യങ്ങളുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് വ്യക്തമാകുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് മലയോര മേഖലയാണ്, കാർഷിക മേഖലയാണ്. പല രീതിയിൽ പല തൊഴിലുകൾ ചെയ്ത് നിത്യാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരും അതുപോലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളും ഉള്ളൊരു മേഖലയാണ്. ഇവിടെ ഓരോ കുടുംബവും അവരവരുടെ ശേഷിക്കനുസരിച്ച് നല്ല നിലയിൽ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളുള്ള പ്രദേശമാണ്. പക്ഷേ ഒരു കുടുംബത്തിൽ ഉള്ളിൽ ആന്തരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ അതേത് തരത്തിലാണ് പലപ്പോഴും മൂർച്ഛിച്ച് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് നടുക്കുന്ന ഒരു വാർത്തയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കൊളക്കാട് താന്നിക്കുന്നിലെ ഈ ഒരു ക്രൂരകൃത്യം, ഒരു കൊലപാതകം സംബന്ധിച്ച് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും ഈ ലഹരി സംഘങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള സൂചനയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ നൽകുന്നത്. പോലീസ് ആ തരത്തിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം. കൊളക്കാട് താന്നിക്കുന്നിലെ ഈ വീട്ടിൽ നിന്ന് ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.